ചിത്രം സീരിയലിൻ്റെ സീസൺ 2 ഇനി വരാൻ പോകുന്നത് നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ ആ ഒരു പരീക്ഷണത്തിനൊടുവിൽ വിക്രം നേരെ ജയിലിലേക്കും, വേദയാണെങ്കിൽ വിക്രമിൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം, ആ കുഞ്ഞിനെ തനിക്ക് രക്ഷിക്കണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആർക്കും തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഏതോ ഒരിടത്തേക്ക് അങ്ങ് പോവുകയാണ്. ഡൽഹിയിലേക്കായിരിക്കും ആ ഒരു യാത്ര. വേദയും വിക്രമും അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ഇവരുടെ ഈ ഒരു പ്രണയം ഇപ്പോഴത്തെ ഈ ഒരു പീരിയഡിലുമൊക്കെ അവർക്ക് രണ്ടുപേർക്കും ഒരിക്കലും താങ്ങാൻ പറ്റാവുന്നതിനും അപ്പുറമായിരിക്കും. ഇതേ സമയം ശ്രീകാന്ത് ആ സ്വത്തുക്കളെല്ലാം തന്നെ എങ്ങനെയെങ്കിലും മുഴുവനായിട്ട് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വലിയ അഹങ്കാരത്തിലും സന്തോഷത്തിലുമാണിരിക്കും. അവൻ ദർശനെ കൂട്ടിപ്പിടിച്ച് വിക്രമിനെ എങ്ങനെയെങ്കിലും ജയിലിൽ തന്നെ അടക്കാൻ വേണ്ടി നോക്കുകയാണ്. ശങ്കരനാരായണൻ വിക്രമിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. ശങ്കരനാരായണൻ എല്ലാവിധ സത്യങ്ങളും അറിയും, അതുകൊണ്ട് തന്നെ വിക്രമിനെ രക്ഷിക്കാൻ നോക്കുമായിരിക്കും. അങ്ങനെ രണ്ട് വഴിക്കായി പിരിഞ്ഞ വേദ ഓട്ടോ പിടിച്ചിട്ട് നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ ശ്രീകാന്ത് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത വേറെ എവിടേക്കെങ്കിലും പോകാനായിരുന്നു അവളുടെ പ്ലാന്. ഇതേ സമയത്ത് തന്നെ ശ്രീകാന്തിൻ്റെ ഗുണ്ടകൾ അവിടെ വന്ന് നിൽക്കുന്നതും അവന്മാർ ട്രെയിന് കയറി വേദയെ തപ്പി നടക്കുന്നതൊക്കെ അവൾ അങ്ങനെ ഒളിച്ചു നിന്ന് കാണാൻ. അപ്പോഴാണ് ന്യൂഡൽഹിയിലേക്കുള്ള ട്രെയിൻ എടുക്കാൻ തുടങ്ങുന്നത്. വേദ പിന്നെ മറ്റൊന്നും തന്നെ നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ആ ഒരു ട്രെയിനിലേക്ക് അങ്ങ് ചാടിക്കയറി. കരഞ്ഞുകൊണ്ട് ആ നാടിനോടൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് തന്നെ ശ്രീകാന്തിനെ പേടിച്ച് തൻ്റെ വയറ്റിൽ വളർന്ന ആ ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രം വേദ അങ്ങനെ നേരെ ന്യൂഡൽഹിയിലേക്ക് തിരിക്കുകയാണ്. ഇവിടെ വിക്രമാണെങ്കിൽ ജയിലിൽ കിടന്ന് വേദയെ ഒരൊറ്റ നോക്കുപോലും കാണാൻ പറ്റാതെ ആകെ അങ്ങനെ കണ്ണു നട്ട് കാത്തിരിക്കുമായിരിക്കും. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. വേദ ഒടുവിൽ ന്യൂഡൽഹി നഗരത്തിലേക്ക് വണ്ടി ഇറങ്ങി. അവിടെ ഇറങ്ങിയ സമയത്തിന് ഇനി താൻ എങ്ങോട്ടേക്ക് പോകും, എന്ത് ചെയ്യുമെന്നൊന്നും ഒരു പിടിയും കിട്ടാതെ അവൾ പുതിയൊരു ഫോണും സിമ്മൊക്കെ എടുത്തു. എന്നിട്ട് തൻ്റെ കയ്യിലുള്ള ആ ഒരു കുറച്ച് കാശൊക്കെ വെച്ചിട്ടുകൊണ്ട് അവൾ ഒരു ഹോസ്റ്റലിലേക്ക് താമസം തുടങ്ങി. പതിയെ പതിയെ അവൾ പുറത്തിറങ്ങിയെങ്കിലും ജോലിയൊക്കെ കിട്ടുമോ എന്ന് തന്നെയൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ച് ഒടുവിൽ തളർന്നു വീണ് അവൾ നേരെ ഒരു ഹോസ്റ്റലിലേക്ക് വരുന്ന സമയത്തിന് അവളുടെ ഓർമ്മകളിൽ മുഴുവനൊക്കെ വിക്രം തന്നെ ഇങ്ങനെ കടന്നു വരും. വിക്രമിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് കണ്ണു ചിമ്മാതെ അവനെ തന്നെ നോക്കി നിൽക്കുമായിരിക്കും വേദ. ഒരൊറ്റ നോക്ക് കാണാൻ അവളുടെ മനസ്സ് വല്ലാതെ കൊതിക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് തന്നെ അവൾ വിക്രമിൻ്റെ ഫോട്ടോ നോക്കിയിട്ട് അതിങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കും. എന്നിട്ട് പറയും, വിക്രം, ഞാൻ ഈ അനുഭവിക്കുന്നതൊക്കെ നിങ്ങൾക്കും നമ്മുടെ കുഞ്ഞിനു വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാനാണ് ഞാൻ ഈ നാട് വിട്ട് വന്നത്. എങ്ങനെയെങ്കിലും നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെയും ആ നാടിനേക്ക് വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്നെങ്കിലും ഒരിക്കൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും വിക്രം. നമ്മൾ എന്തൊക്കെ സ്വപ്നം കണ്ടതാണ് വിക്രം. അവസാനം ഞാനിങ്ങനെ ഒറ്റക്കായി. ഇതിനൊക്കെ കാരണം എൻ്റെ ഏട്ടൻ ശ്രീകാന്ത് എന്ന് പറഞ്ഞ ആ നശിച്ച മനുഷ്യനാണ്. അയാളോട് ഞാൻ എന്തായാലും പകരം ചോദിച്ചിരിക്കും. നമ്മുടെ കുഞ്ഞാണേ സത്യമെന്ന് അവൾ ആ ഒരു ഫോട്ടോ നോക്കി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ ഓരോ നിമിഷവും ഓരോ ഓർമ്മകളിലും വിക്രം മാത്രമായിട്ട് അവളിങ്ങനെ ഇരിക്കുമായിരിക്കും. അവിടെ ജയിലിൽ വിക്രമാണെങ്കിൽ അവളെ ഒന്ന് കാണാൻ കൊതിച്ചിങ്ങനെ മനസ്സിലിങ്ങനെ വെമ്പലോടുകൂടി ഇരിക്കുകയാണ്. കാണാൻ പറ്റാതെ ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ അലറി വിളിക്കുന്നുണ്ട് വിക്രം. അങ്ങനെ 18-ാം തീയതി വിക്രമിനെ വിചാരണയ്ക്കായിട്ട് കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. അന്നേരം ആ കൊന്ന കുറ്റത്തിന് എങ്ങനെയെങ്കിലും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ദർശൻ ഇങ്ങനെ കൂപ്പുകൂട്ടി ഇറങ്ങുവാണ്. പുറകിൽ നിന്നും കള്ളച്ചിരിയുമായിട്ട് ശ്രീകാന്ത് വിക്രമിനെ നോക്കി നിൽക്കുന്നുണ്ട്. വേദയും തന്നെയും ഈ ഗതികേടിലാക്കിയിരിക്കുന്നത് ശ്രീകാന്താണ് എന്ന കാര്യം വിക്രമിനെ നന്നായിട്ട് അറിയാമെങ്കിലും ഇതൊന്നും ആരോടും പറയാനോ ഒന്നും ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു വിക്രം. അവൻ പോലീസുകാരുടെ കൂടെ അങ്ങനെ കോടതിയിലേക്ക് കയറി. ഇതൊക്കെ കണ്ട് സുധാകരൻ മാഷും കമലമ്മയും ഇങ്ങനെ കണ്ണ് നിറഞ്ഞിരിക്കുമായിരിക്കും. വിക്രമിന് വേണ്ടി കോടതിയിൽ ഹാജരാവാനും ആ കൊലപാതകത്തിൽ ശ്രീകാന്തിനുള്ള പങ്കുമൊക്കെ കോടതിയിൽ അറിയിച്ച് വിക്രമിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ശങ്കരനാരായൺ കോട്ടണിയാൻ നേരം ശ്രീകാന്ത് വന്ന് അയാളെ തടഞ്ഞു. എന്നിട്ട് ആ മുറിയിലങ്ങ് പൂട്ടിയിട്ടു. ഫോണൊക്കെ പിടിച്ചു വാങ്ങിച്ചു. എന്നിട്ട് കഥ കടിച്ചു പൂട്ടി ആ താക്കോലും കൊണ്ട് ശ്രീകാന്ത് നേരെ കോടതിയിലേക്ക് പോയി. അവിടെ കോടതിക്കുള്ളിൽ അവൻ ഇങ്ങനെ ചിരിച്ചു നിൽക്കുമായിരിക്കും. കേസ് വിളിക്കുന്ന സമയത്തിന് തന്നെ രക്ഷിക്കാൻ ശങ്കരനാരായണൻ എന്ത് വില കൊടുത്തും എത്തുമെന്ന് വിക്രം വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ശങ്കരനാരായണനെ അവിടെ ഒന്നും കാണുന്നില്ല. അതുപോലെ തന്നെ സുധാകര മാഷും കമലമ്മയും ശങ്കരനെ നോക്കി നിൽക്കുമായിരിക്കും. അങ്ങനെ എല്ലാ പ്രതീക്ഷയും ശങ്കരനിൽ നിന്നും ഏൽപ്പിച്ചുകൊണ്ട് തന്നെ അവരിങ്ങനെ ഇരിക്കുന്ന സമയത്തിന് ശ്രീകാന്തും ദർശനും വലിയ ഗമയിൽ ഇങ്ങനെ ജഡ്ജിക്ക് മുന്നിൽ വന്നിരിക്കുകയാണ്. പ്രതിക്ക് വേണ്ടി വാദിക്കാൻ ആരാ ഉള്ളത് എന്ന് ജഡ്ജി ചോദിക്കുന്ന സമയത്തിന് എല്ലാവരും മിണ്ടാതിങ്ങനെ മൗനമായിരുന്നു. വിക്രം ചുറ്റും നോക്കി. സുധാകര മാഷും കമലമ്മയും വിക്രമിൻ്റെ കൂട്ടുകാരും ശ്രീനിവാസനൊക്കെ നിസ്സഹായായി നിൽക്കുമായിരുന്നു. ആരും വന്നിട്ടില്ലല്ലോ എന്ന് ജഡ്ജി ചോദിച്ചപ്പോൾ ദർശൻ എഴുന്നേറ്റ് പറഞ്ഞു, പ്രതിക്ക് വേണ്ടി വാദിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം വിക്രം കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല.
എൻ്റെ അച്ഛനായ ചന്ദ്രശേഖരനെ ഈ വിക്രം വെടിവെച്ച് കൊല്ലുന്നത് ഇടുക്കിയിലെ പോലീസുകാരും അവിടുത്തെ മാനേജർ ജോബിയും എല്ലാവരും നേരിട്ട് കണ്ടതാ. അതിൽ കൂടുതൽ ഇനി എന്ത് തെളിവാ ഇയാൾക്കെതിരെ വേണ്ടത്? അതുകൊണ്ട് ഒരു വിചാരണയുടെ ആവശ്യം പോലും ഇവിടെയില്ല. ഭാര്യയുടെ പേരിലുള്ള സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ചന്ദ്രശേഖരനെ കൊല്ലാൻ നോക്കിയത്. ഒപ്പം ശ്രീകാന്തിനെയും. ഇയാളുടെ ഭാര്യ വേദയെ ഇപ്പൊ കാണാനില്ല. അതിന് പിന്നും ഇയാൾ തന്നെയാണെന്ന് ദർശൻ പറയാണ്. ഇത് കേട്ട ഞെട്ടലോട് കൂടി തന്നെ വിക്രം സുധാകര മാഷിനെയും കമലമ്മയെയും നോക്കി. തൻ്റെ വേദ അവിടെയെങ്ങും ഇല്ല എന്ന് ആർക്കും അറിയില്ല എന്ന് വിക്രം അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ദർശൻ വീണ്ടും പറഞ്ഞു, ഭാര്യ വേദ ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി അന്വേഷിക്കണമെന്ന്. സഹോദരൻ ശ്രീകാന്തും അന്ന് അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ തലനാരിഴക്കാൻ രക്ഷപ്പെട്ടത്. ശ്രീകാന്തിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് പോലീസ് അങ്ങോട്ടേക്ക് എത്തിയത്. ഇതിനിടയിൽ തന്നെ വേദയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യം ആർക്കും തന്നെ അറിയില്ല. ചിലപ്പോൾ ഇവനെ പേടിച്ചിട്ട് അവൾ നാട് വിട്ടതായിരിക്കാം. അല്ലെങ്കിൽ ഇയാൾ തന്നെ അവളെ കൊന്നിട്ട് എങ്ങോട്ടേക്കിലും തള്ളിയിട്ടിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് അന്വേഷിക്കണമെന്ന് കോടതിയോട് അവൻ ആവശ്യപ്പെട്ടു. ഇവനെ പോലുള്ളവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പലർക്കും അത് ആപത്താണ്. കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അവകാശിയായ വേദയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനോ അതിനു വേണ്ടിയിട്ടാണ് ഇവൻ ഇതെല്ലാം ചെയ്തത്. ചന്ദ്രശേഖരനെയും ശ്രീകാന്തിനെയും കൊല്ലാൻ ശ്രമിച്ചത് തന്നെ ആ കമ്പനിയുടെ സ്ഥാനം അങ്ങ് സ്വന്തമാക്കാനാണ്. അതുകൊണ്ട് ഇയാൾക്ക് പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് ദർശൻ അഭ്യർത്ഥിച്ചു. കാണാതായ വേദയെ കണ്ടുപിടിക്കണമെന്നും കോടതിയിൽ പറഞ്ഞു. ഇതൊക്കെ കേട്ട് വിക്രം ഇങ്ങനെ ആകെ തകർന്നു പോയി. വേദയ്ക്ക് എന്ത് പറ്റിയെന്നറിയാതെ തൻ്റെ ജീവിതം ഇങ്ങനെ ഇരുട്ടിലാക്കിയത് ശ്രീകാന്ത് ഒരൊറ്റയാളാണെന്ന് അവൻ ദേഷ്യത്തോടെ അവനെ നോക്കി മനസ്സിൽ പറഞ്ഞു. ശ്രീകാന്ത് ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര സന്തോഷത്തിലായിരിക്കും. താൻ ആഗ്രഹിച്ചതൊക്കെ നടന്നതിൻ്റെ സന്തോഷത്തിൽ അവൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തിന് ഇതൊന്നും അറിയാതെ ദർശൻ ശ്രീകാന്തിനെ വിശ്വസിച്ച് വിക്രമിന് വലിയ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ നോക്കി. ഇതൊക്കെ കണ്ട് സുധാകര മാഷും കമലമ്മയുടെ നെഞ്ചു പൊട്ടിയിരിക്കുകയാണ്. അവസാനം ജഡ്ജി പറഞ്ഞു, പ്രതിക്ക് വേണ്ടി ആരും ഹാജരാവാത്തതുകൊണ്ടും കുറ്റം ചെയ്തതായി കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടും ചന്ദ്രശേഖരനെ കൊന്നത് വിക്രം ആണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടതുകൊണ്ടും വിക്രമിന് 5 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു എന്ന് കോടതിയിൽ ജഡ്ജി പറഞ്ഞു. വിക്രം ചങ്ക് പൊട്ടുന്ന വേദനയോടുകൂടെ അതെല്ലാം കേട്ടു നിന്നു. സുധാകര മാഷും കമലമ്മയും സഹിക്കാൻ പറ്റാത്ത വേദനയോടുകൂടെ കണ്ണു നിറഞ്ഞ് അവനെങ്ങനെ നോക്കി നിൽക്കുകയാണ്. ദർശൻ തൻ്റെ അച്ഛനെ കൊന്നവന് ശിക്ഷ വാങ്ങിക്കൊടുത്ത സന്തോഷത്തിലായിരിക്കും. ശ്രീകാന്ത് എല്ലാം വെട്ടിപ്പിടിച്ച് വലിയൊരു വിജയി പോലെ അവനെങ്ങനെ പുച്ഛിച്ചു നോക്കി. വിക്രം ദേഷ്യത്തോടെ ശ്രീകാന്തിനെ നോക്കിക്കൊണ്ട് ആ കോടതിയുടെ പടിയിറങ്ങി. അന്നേരം ശ്രീകാരി ശ്രീനിവാസനും കൂട്ടുകാരും വന്ന് പറഞ്ഞു, എടാ വിക്രം, എന്തോ വലിയ ചതി ഇതുവരെ നടന്നിട്ടുണ്ട്. വേദയുടെ അച്ഛൻ നിനക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവാൻ തയ്യാറായതാ. അതിനുള്ള തെളിവുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ എന്തു പറ്റിയെന്നൊന്നും എനിക്കറിയില്ല. ഇതിനു പിന്നിൽ ആ ശ്രീകാന്ത് തന്നെയായിരിക്കും. വിക്രമിൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, ചെയ്യാത്ത കുറ്റത്തിനാ ഞാൻ രണ്ടാമതും ജയിലിലേക്ക് പോകുന്നത്. പക്ഷേ ഇതിനേക്കാൾ വിഷമം എൻ്റെ വേദ എവിടെയാണെന്ന് എനിക്കറിയില്ലല്ലോ. അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. സാർ അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. എൻ്റെ വേദ എവിടെയുണ്ടെങ്കിലും എനിക്ക് അവളെ വേണം. ആ ശ്രീകാന്തിൻ്റെ കയ്യിൽ നിന്നും അവളെ നിങ്ങൾ രക്ഷിക്കണം. അവൻ വലിയൊരു ചതിയനാ. അവനാ ഇതെല്ലാം ചെയ്തത്. ചന്ദ്രശേഖരനെ കൊന്നതും അനിയൻകുട്ടനെ വെടിവെച്ച് കൊന്നതും ഒക്കെ അവൻ തന്നെയാണെന്ന് വിക്രം പറഞ്ഞു. അന്നേരം പോലീസുകാർ വിക്രമിനെ പിടിച്ചു വലിച്ചങ്ങ് ജീപ്പിലേക്ക് കയറ്റി കൊണ്ടുപോവാണ്. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സുധാകര മാഷിനെയും കമലമ്മയെയും കണ്ടുകൊണ്ട് തന്നെ വിക്രം ജീപ്പിലിരുന്ന് നെഞ്ചു പൊട്ടി അങ്ങോട്ടേക്ക് കരഞ്ഞുകൊണ്ട് നോക്കി. ശ്രീകാന്ത് അപ്പം ദർശനോട് പറയുന്നുണ്ട്, നിന്റെ അച്ഛനെ കൊന്നവന് നീ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു. ഇപ്പം ഏതായാലും അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടിക്കാണും. പക്ഷേ ഇത് കൊണ്ടൊന്നും അവനോടുള്ള പ്രതികാരം തീർന്നിട്ടില്ല. അവൻ ഇനി ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ദർശൻ പറഞ്ഞു. എന്തായാലും 5 വർഷം അവൻ ഏതായാലും പുറത്തിറങ്ങാനൊന്നും പറ്റില്ലല്ലോ. അതിനുള്ളിൽ തന്നെ എനിക്ക് ചിലതൊക്കെ ചെയ്തു വെക്കാനുണ്ട്. ഏതായാലും അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കമ്പനിയും കാര്യങ്ങളൊക്കെ നോക്കണം. വേദയ്ക്കിതിൽ ഒരു അവകാശവും ഞാൻ കൊടുക്കില്ല എന്ന് ശ്രീകാന്ത് പറഞ്ഞു. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ശ്രീയേട്ടൻ തന്നെ ഇതൊക്കെ നോക്കി നടത്തും. ഞാൻ കൂടെയുണ്ട് എന്തിനും ഏതിനും എന്ന് ദർശൻ വാക്ക് കൊടുത്തു. ഇതെല്ലാം കേട്ട് ശ്രീകാന്തിന് ഒരുപാടധികം സന്തോഷമായി. അങ്ങനെ ശ്രീകാന്ത് വീട്ടിലേക്ക് എത്താറായപ്പോൾ പത്മൻ ചോദിക്കുന്നുണ്ട്, എന്തായടാ, എന്ത് ചതയടാ നീ അച്ഛനോട് ചെയ്തത് എന്ന്? വിക്രത്തിന് വേണ്ടി ഹാജരാവാൻ പോയ അച്ഛനെ നീ എന്തിനാടാ പൂട്ടിയിട്ടത്? അവൻ പുറത്തിറങ്ങാനൊന്നും പാടില്ല. അവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ദർശൻ ഉണ്ടായിരുന്നു. 5 വർഷം അവന് ശിക്ഷ കിട്ടി. ആ സന്തോഷ വാർത്ത അച്ഛനോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അച്ഛൻ ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവൻ ആ ശിക്ഷ ഒരിക്കലും കിട്ടില്ലായിരുന്നു. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ അച്ഛനെ പൂട്ടിയിട്ടത്. ഇതിൽ കൂടുതൽ ഇനി നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ശ്രീകാന്ത് ദേഷ്യപ്പെട്ടു പോയിട്ട് നേരെ വാതിൽ തുറന്നു കൊടുത്തു. ഇതെല്ലാം കേട്ട് വിഷമത്തോടും കൊണ്ട് നിൽക്കുമായിരിക്കും ശങ്കരനാരായണൻ. ശങ്കരൻ ദേഷ്യത്തോട് കൂടി തന്നെ അവൻ്റെ ഷർട്ടിനങ്ങ് കുത്തിന് പിടിച്ചുകൊണ്ട് ചോദിച്ചു,
എടാ എന്ത് ചതിയാടാ നീ എന്നോട് ചെയ്തത് എന്ന് ചോദിക്കും. ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛൻ അങ്ങനെ അവനെ രക്ഷിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ പറയുന്നത് കേട്ട് അനുസരിച്ച് ഇവിടെ കഴിഞ്ഞാൽ മതി ഇനി എല്ലാവരും. ഇപ്പം ഈ വീടും പറമ്പും സ്വത്തുക്കളെല്ലാം തന്നെ എൻ്റെ പേരിലാണ്. ആ കാര്യം അച്ഛൻ മറക്കണ്ട. എന്നെ കൊണ്ട് നിങ്ങളെ അടിച്ചിറക്കി വെടിയിപ്പിക്കരുത്. അങ്ങനെ അടങ്ങി ഒതുങ്ങി ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവൻ അവരെയൊക്കെ പിടിച്ച് ഭീഷണിപ്പെടുത്തി. ഇതെല്ലാം കേട്ട് ശങ്കരനാരായണനും പത്മവും ഇങ്ങനെ ഞെട്ടി വിറച്ച് നിൽക്കുമായിരിക്കും. വിക്രമിനെ രക്ഷിക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തതാ. വിക്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. ചെയ്യാത്ത കുറ്റത്തിന് അവൻ ഒരിക്കലും ജയിലിൽ കിടക്കാൻ പാടില്ല എന്ന് ശങ്കരനാരായണൻ പറയുന്ന സമയത്ത് തന്നെ, എന്നാ കേട്ടോ, 5 വർഷം അവന് തടവ് ശിക്ഷ കിട്ടി. അവന് വേണ്ടിയിട്ട് ദർശൻ ഏതറ്റം വരെയും പോവും. അവൻ പുറത്തിറങ്ങാത്ത രീതിയിൽ തന്നെ ഞാൻ അവനെ പൂട്ടുമെന്ന് ശ്രീകാന്ത് പറഞ്ഞു. ഇത് കേട്ട് ശങ്കരനാരായണൻ ഞെട്ടലോടെ പറയുന്നുണ്ട്, എല്ലാം ചെയ്തത് നീയാണ്. ചന്ദ്രശേഖരനെ കൊന്നത് നീയാണെന്ന് എനിക്കറിയാം. എന്നിട്ടും സ്വന്തം അച്ഛനെ കൊന്നവനെ ദർശൻ രക്ഷിച്ചിരിക്കുകയാണ്. എന്നെങ്കിലും അവൻ ഈ ഒരു സത്യം തിരിച്ചറിയുന്നെന്ന് ശങ്കരനാരായണൻ പറയും. നിങ്ങൾ ആരോട് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വിളിച്ചു പറഞ്ഞോ. നിങ്ങളെങ്ങാനും ഈ സത്യം പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ഭൂലോകത്ത് കാണില്ല എന്ന് പറയാണ് ശ്രീകാന്ത്. നിങ്ങളുടെ ആ മകളെ ഞാൻ കണ്ടുപിടിക്കും. മകളുടെ അവസ്ഥ നിങ്ങൾക്കും വരരുത് എന്ന് അവൻ ഭീഷണിപ്പെടുത്തി പറഞ്ഞ് അവിടെ നിന്നും പോയി. ശങ്കരനാരായണൻ തനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ കണ്ണീരോടിങ്ങനെ തളർന്ന് കട്ടിലിരിക്കുകയാണ്. പത്മവും കൂടെ ഇരുന്ന് ഒപ്പം ഇരുന്ന് കരയാണ്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ദീപ്തി എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടത്തോട് ഇങ്ങനെ നോക്കി നിന്നു. ഇതേ സമയത്തിന് വേദയാണെങ്കിൽ ഇതൊന്നും അറിയാതെ വിക്രമിന് എന്ത് ശിക്ഷ കിട്ടിയെന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ സങ്കടപ്പെടുകയാണ്. ശങ്കരനാരായണൻ ഒരു പക്ഷേ അവനെ രക്ഷിച്ചോ അതോ ദർശൻ അവന് ശിക്ഷ വാങ്ങിക്കൊടുത്തോ എന്നൊന്നും ഒന്നും അറിയാതെ ഇങ്ങനെ വിഷമിച്ച് വിങ്ങി പൊട്ടിക്കരയാണ് വേദ. തൻ്റെ വിക്രമിൻ്റെ കുഞ്ഞിനെ ആരുടെയും കണ്ണിൽപ്പെടാതെ സുരക്ഷിതമായി ജന്മം നൽകണം എന്ന് മാത്രമായിരുന്നു വേദയുടെ മനസ്സിലപ്പോൾ ചിന്ത. ന്യൂഡൽഹിയിൽ അവൾ ജോലി അന്വേഷിച്ച് നടക്കുമ്പോൾ യാദൃശ്ചികമായി അവളുടെ പഴയൊരു കൂട്ടുകാരിയെ കണ്ടു. പിന്നെ അവളുടെ കൂടെ തന്നെയായി അവളുടെ താമസം. കൂട്ടുകാരി വേദയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നീ എങ്ങനെ ഇവിടെ എത്തി, എന്താ ഉണ്ടായത് എന്നൊക്കെ തിരക്കി. ഇതൊരു കഥയാ, ഒരൊറ്റ ദിവസം കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല എന്ന് വേദ പറഞ്ഞു. എൻ്റെ കുഞ്ഞിൻ്റെയും എൻ്റെയും ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നാട് വിട്ടു പോന്നത്. എൻ്റെ വിക്രം ചെയ്യാത്ത കുറ്റത്തിന് ഇപ്പോൾ ജയിലിലായി. തൽക്കാലം നീ ഇത്രമാത്രം അറിഞ്ഞാൽ മതി, കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് എന്ന് വേദ സങ്കടപ്പെട്ട് പറഞ്ഞപ്പോൾ ആ കൂട്ടുകാരി ആകെ ഞെട്ടി നിന്നു. എന്തോ വലിയൊരു സങ്കടമുണ്ടെന്നും അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെന്നും മനസ്സിലാക്കി അവളെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂട്ടുകാരി ശ്രമിച്ചു. അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ മുന്നോട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അവർ സംസാരിച്ചു. നിനക്ക് ആദ്യം വേണ്ടത് ഒരു ജോലിയാ. പിന്നെ എപ്പോഴും ഇങ്ങനെ മുറിയിൽ അടച്ചിരിക്കരുത്. നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി അടിച്ചു പൊളിച്ച് നടക്കാമെന്നൊക്കെ അവൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വേദയുടെ മുഖത്തൊരു ചിരി വന്നു. അങ്ങനെ വേദയെ പഴയതുപോലെ ബോൾഡായി കാര്യങ്ങളൊക്കെ നേരിടാൻ പ്രാപ്തിയാക്കാൻ കൂട്ടുകാരി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവൾ ആ ജീവിതവുമായി പൊരുത്തപ്പെടുമ്പോഴേക്കും തൻ്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിൻ്റെ അച്ഛൻ്റെ മുഖം ഓർത്തുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വേദയുടെ കണ്ണ് നിറയും. ആരും കാണാതെ അവൾ കണ്ണുനീര് തുടക്കും. കൂട്ടുകാരി ഓഫീസിലേക്ക് കൊണ്ടുപോയി അവൾക്ക് അവിടെ ഒരു ആർജിയായിട്ട് ജോലി വാങ്ങിച്ചു കൊടുത്തു. അതേസമയം വിക്രം വേദയോർത്ത് ജയിലിൽ ഇങ്ങനെ ആകെ തകർന്നിരിക്കുകയാണ്. അങ്ങനെ സുധാകര മാഷും കമലമ്മയും അവനെ കാണാൻ വന്ന സമയത്തന്നെ വേദ കൂടെ കാണുമെന്ന് അവൻ ഒരുപാടധികം പ്രതീക്ഷിച്ച് സന്തോഷത്തോടു കൂടിയായിരിക്കും വരുന്നത്. പക്ഷേ മാഷിനെയും കമലമ്മയും മാത്രം കണ്ടപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു. അമ്മേ, വേദ എവിടെ, എൻ്റെ വേദ എവിടെയെന്ന് അവൻ കണ്ണു നിറഞ്ഞ് ചോദിച്ചപ്പോൾ വേദ എവിടെയാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല മോനെ എന്ന് കമലമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ തൽക്കാലം വേദയെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, അവൾ സുരക്ഷിതമായി എവിടെയെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് മാഷ് സമാധാനിപ്പിച്ചു. ആ ശ്രീകാന്ത് എന്ത് ചെയ്യാനും മടിക്കില്ല. ഇടുക്കിയിൽ വെച്ച് നിങ്ങളെ കൊല്ലാൻ നോക്കിയതാണ് അവൻ. സ്വന്തം അനിയത്തി എന്ന പരിഗണന പോലും അവളോട് അവൻ കാണിച്ചിട്ടില്ല. അവന് സ്വത്ത് മാത്രമാണ് വലുത്. അതിനു വേണ്ടിയിട്ട് അവൻ എന്തും ചെയ്യുമെന്ന് വിക്രം പറഞ്ഞപ്പോൾ അന്ന് കോടതിയിൽ വേദയുടെ അച്ഛൻ വരാതിരുത്തിനും കാരണം ശ്രീകാന്ത് തന്നെയായിരിക്കും. എല്ലാ സത്യങ്ങളും ശങ്കരനാരായണൻ അറിയാമല്ലോ. മാഷു പറഞ്ഞു. ഞാനൊരു തെറ്റും ചെയ്തില്ല. ചന്ദ്രശേഖരനെ കൊന്നത് ശ്രീകാന്താണെന്ന് വിക്രം പറഞ്ഞു. ചെയ്യാത്ത കുറ്റത്തിന് എൻ്റെ മകൻ എപ്പോഴും ജയിലിൽ കിടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കമലമ്മ അത് പറഞ്ഞ് കരയുന്ന സമയത്തിനെ നീ അവനെ ആശ്വസിപ്പിക്കാൻ വന്നതാണോ അതോ ഇങ്ങനെ അവനെ സംസാരിച്ചിട്ട് വിഷമിപ്പിക്കാൻ വന്നതാണോ എന്ന് മാഷ് ചോദിക്കും. അച്ഛൻ വേദിയെ അന്വേഷിക്കണം, അവളെ എവിടെയെങ്കിലും വെച്ച് കണ്ടുപിടിക്കണം. ആ ശ്രീകാന്തിനൊരിക്കലും അവൾ വിട്ടുകൊടുക്കരുത് എന്നൊക്കെ വിക്രം പറഞ്ഞു. വിഷമിക്കേണ്ട മോനെ, നമുക്ക് ഏതായാലും അപ്പീലിന് പോവാം, നീ സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മാഷ് സമാധാനിപ്പിച്ചുവെങ്കിലും വിക്രം ഒന്നും മിണ്ടിയില്ല. അങ്ങനെ അവർ പോയതിനു ശേഷം ഭക്ഷണം കഴിക്കാനോ ജോലി ചെയ്യാനോ ഒന്നും തന്നെ പറ്റാതെ വിക്രം വേദയെക്കുറിച്ച് ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ അലമുറയിട്ട് കഴിഞ്ഞു. ഇതേ സമയം വേദയാണെങ്കിൽ നിറവയറുമായി നെടുവീർപ്പിട്ട് തൻ്റെ കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കില്ല, ഇത് തൻ്റെ വിക്രമിൻ്റെ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ ഒരു ശബ്ദമെടുക്കും. കുഞ്ഞിന് ജന്മം നൽകാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയായി. അപ്പോഴാണ് വേദയെ അന്വേഷിച്ചിട്ട് കേരള പോലീസ് ന്യൂഡൽഹിയിലേക്ക് വരുന്നത്. വേദ വയ്യാതെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റായി. ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ഇതൊന്നും അറിയാതെ വിക്രം ജയിലിൽ അവളെ ഓർത്തിങ്ങനെ ഹൃദയം പൊട്ടി നുറങ്ങിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കരയുമായിരിക്കും.
ഇതേ സമയത്ത് തന്നെ വേദിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് തന്നെ എൻ്റെ പൊന്നോമനെ ആദ്യം കാണേണ്ടത് വിക്രം ആണല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സങ്കടപ്പെടും. തൻ്റെ കുഞ്ഞിനെ കണ്ട സന്തോഷത്തിൽ അവൾ ഒരു നിമിഷം സങ്കടങ്ങളെല്ലാം മറന്ന് പുഞ്ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ വിക്രമിൻ്റെയും വേദിയുടെയും ജീവിതത്തിലേക്ക് മൂന്നാമത് ഒരാൾ കൂടി കടന്നു വന്നിരിക്കുന്നു. അവരുടെ സ്വന്തം കുഞ്ഞായ, അവരുടെ സ്വന്തം പ്രാണനായ ഒരു പെൺകുഞ്ഞ്. അങ്ങനെ വിക്രമിനും വേദക്കും ഒരു പെൺകുഞ്ഞ് പിറന്നു. പിന്നീട് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമുള്ള സീൻസാണ് കാണിക്കുന്നത്. 5 വർഷത്തിന് ശേഷം വേദയാണെങ്കിൽ അവിടെ ഒരു കളക്ടറായിട്ട് ജോലി നേടിയിട്ടുണ്ടാവും. എന്നാൽ വേദയുടെ ചില പ്രശ്നം കൊണ്ടും എടുത്തുചാട്ടം കൊണ്ടും വേദക്ക് ആ ഒരു ജോലി നേരെ കേരളത്തിലേക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണ്. അങ്ങനെ വിക്രമിൻ്റെ നാട്ടിലേക്ക് തനിക്ക് ട്രാൻസ്ഫർ കിട്ടിയല്ലോ എന്നൊക്കെ ചിന്തിച്ച് വേദ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. 5 വർഷങ്ങൾക്ക് ശേഷം, അതായത് വിക്രമിനും വേദക്കും ആ ഒരു പെൺകുഞ്ഞ് പിറന്ന് 5 വർഷങ്ങൾക്ക് ശേഷമായിരിക്കട്ടെ വേദ നാട്ടിലേക്ക് വരുന്നത്. അവിടെ വെച്ച് വിക്രമും വേദയും തമ്മിൽ കാണുന്നുണ്ട്. ആ സമയത്തായിരിക്കും തനിക്കൊരു പെൺകുഞ്ഞ് പിറന്നു എന്ന സത്യമെല്ലാം തന്നെ വിക്രം തിരിച്ചറിയുന്നത്. അങ്ങനെ പവിത്രത്തിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.